ഉറക്കെ പറഞ്ഞു. ഞാൻ ഇത്ര ഉറക്കെ പറഞ്ഞ എന്തിനാ ചോദിച്ചു പുള്ളി എടുത്ത്. പുള്ളി പറയും ഇത് നമ്മൾ ഉറക്കാണ് ആക്ച്വലി പറയേണ്ടത്, കാരണം ചാക്ക വെള്ളച്ചാട്ടത്തിന് നോയ്സ് ഉണ്ട്. ഈ ഉറക്കെ പറഞ്ഞ പുള്ളി ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായി. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്റെ 19 വയസ്സിൽ കാണുന്ന ഡയറക്ടർ പാസ്റ്ററാണ്. എന്നെ കാണുന്നതും പുള്ളി ചിലപ്പോൾ മോഹൻലാലിനെ കാണുന്ന ഒരേപോലെ അടിക്കും. അങ്ങനത്തെ മനുഷ്യൻ പുള്ളി ഭയങ്കര ഡിഫറെന്റ് പേഴ്സൺ ആണ്. കൂടുതൽ ആക്ടിങ്ങിനെ പറ്റി പഠിച്ചു വരുമ്പോൾ നമുക്ക് പണ്ട് ചെയ്ത കുറച്ച് ക്ലിഞ്ച് ആയിട്ടൊക്കെ ഞെട്ടിയ പെർഫോമൻസ് ആണ്. കാരണം പുള്ളി ഇമോഷൻസ് ക്യാരി ചെയ്യുന്നതൊക്കെ ഭയങ്കര അടിപൊളി. പുള്ളിയുടെ സൗണ്ട് മോഡുലേഷൻ മാറി, പുള്ളിയുടെ വോയിസിന്റെ ഡെപ്ത് മാറി, ഭയങ്കരമായിട്ട് പുള്ളി ആസ് ആൻ ആക്ടർ ലുക്സ് മാറി. ചാക്കോച്ചൻ ഭയങ്കര നമുക്കൊരു മോട്ടിവേഷൻ ആകുന്നുണ്ട് എങ്ങനെ നമുക്ക് ഇവോൾവ് ആവാന്ന്. കാരണം പുള്ളിയുടെ ആ ഭംഗി പിടിച്ചുകൊണ്ട് തന്നെ പുള്ളി ഇപ്പോൾ ഒരു ഗംഭീര ആക്ടറെ മാറി. ഇപ്പൊ ചാക്കോച്ചൻ ആരും ചോക്ലേറ്റ് ഒന്നും വിളിക്കില്ല. ആസ് എൻ ആക്ടർ യെസ് പ്രൂവ്. എനിക്കൊന്നും ഒരു ഫഹദിനെയൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് പുള്ളി എത്തിക്കൊണ്ടിരിക്കുന്നത് ആസ് എൻ ആക്ടർ. ബിക്കമിങ് ദ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ ആസ് എൻ ആക്ടർ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. പൂക്കാലം ചെയ്തു, കിഷ്കിനാട് ചെയ്തു, ഇതിലൊക്കെ ഡിഫറെന്റ് അച്ഛന്മാരാണ്. അല്ലാതെ ഒരു ബന്ധവും പരസ്പരം ഇല്ല. അതൊക്കെ എനിക്കൊന്ന് പ്രേക്ഷകർ ഞെട്ടിക്കുന്ന കാര്യം. കാരണം ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഒരു ഭയങ്കര നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതൊക്കെ അദ്ദേഹത്തിന് ഒരു ഭയങ്കര ടാലന്റാണ്. നമ്മൾ മിണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ പുള്ളി എല്ലാം കാണുന്നുണ്ട്. ആ ഒരു കീൻനെസ് ആണ്. ആ എല്ലാ കാര്യം ആൾക്കാരൊക്കെ ഒബ്സർവ് ചെയ്ത് അവരൊക്കെ എന്താണ് ചെയ്യുന്നത്, മാനറിസം പഠിക്കുക, അതൊക്കെ പുള്ളി ഓൾവേസ് ഇവോൾവിംഗ് ആണ് പുള്ളി ആസ് ആൻ ആക്ടർ. എന്തുകൊണ്ടാണ് നമ്മൾ കലാരംഗത്ത് നിന്ന് ബിസിനസ്സിലേക്ക് ഒരു കാല് വെച്ചേക്കാമെന്നൊരു അല്ല, അതിലാരൊക്കെയാണ് അഭിനയിക്കുന്നത്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും കളർഫുൾ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കളർഫുൾ സ്റ്റോറീസിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ ചിത്രമായ ഔസേപ്പിന്റെ ഒസിയത്തിലെ വിശേഷങ്ങളുമായി ഹേമന്ത് മേനൻ ആൻഡ് എഡ്വേർഡ് ആന്റണി. ചേട്ടാ നമസ്കാരം. ഓക്കെ, അപ്പം നമ്മുടെ മൂവി ഇപ്പോൾ റിലീസ്ഡ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? എങ്ങനെയുണ്ട്? വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കുന്നു. റിവ്യൂസ് ഒക്കെ വളരെ പോസിറ്റീവ് ആണ്. ഇതുവരെ ഒരു നെഗറ്റീവ് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി മൂവിയാണ്. ടോട്ടൽ ഫാമിലി പാക്കേജ് ആണ്. ഇമോഷണലി പറഞ്ഞു പോകുന്ന സിനിമയാണ്. ഒരു മീഡിയം പേസിൽ പോകുന്ന വളരെ ഇമോഷണലി കണക്ട് ചെയ്യാവുന്ന സിനിമയാണ്. നമ്മൾ റിവ്യൂസ് എല്ലാം വളരെ പോസിറ്റീവ് ആണ് അല്ലേ? എല്ലാം വളരെ പോസിറ്റീവ് പോയിക്കൊണ്ടിരിക്കുന്നു. വെരി ഹോപ്പ്ഫുൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരിൽ തന്നെ നമ്മൾ ഇമോഷണൽ ത്രില്ലർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പക്ഷെ എനിക്കത് കൂടുതൽ അതൊരു ഫാമിലി ഡ്രാമ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആ ഒരു ഇമോഷണൽ ത്രില്ലറിന് കൊടുത്തിട്ട് കൂടുതൽ ആൾക്കാർ അതൊരു ഫാമിലി ഇപ്പൊ തിയേറ്റർ റെസ്പോൺസിലാണെങ്കിലും കൂടുതൽ ആൾക്കാർ അതൊരു ഫാമിലി ഡ്രാമ എന്നാണ് പറഞ്ഞിട്ടുള്ളത്? അതെന്തുകൊണ്ടായിരിക്കും? അതൊരു ഫാമിലിക്കുള്ളിലെ ഇമോഷൻസാണ് പറയുന്നത്. നമ്മൾ ഒരു ചേട്ടനും അനിയന്മാരും തമ്മിൽ ഇമോഷൻസ്, അച്ഛനും മക്കളും തമ്മിൽ ഇമോഷൻസ്, പിന്നെ ഭാര്യ ഭർത്താവ്, എല്ലാം ഒരു ഫാമിലിക്കകത്തുള്ള ഇമോഷൻസ് പറഞ്ഞാൽ പോകുന്നത്. എനിക്കൊന്നും ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ ആയിരിക്കും എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് എന്ന് വേർഡ് ചിലപ്പോൾ എനിക്ക് ത്രില്ലർ കുറച്ചുണ്ട്. ത്രില്ലർ അല്ല, ബേസിക്കലി എലമെന്റ്സ് ഉള്ള ഒരു ഫാമിലി ഡ്രാമയാണ് ബേസിക്കലി. പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിനകത്ത് വിഷ്വൽസ് ആണ്. വിഷ്വൽസ് ആണെങ്കിൽ ആ ഒരു ഏലത്തോട്ടവും അതിന്റെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമ്മളിപ്പം മൂവീസിലെ കാര്യം നോക്കുകയാണെങ്കിൽ എത്രയോ ടാലന്റഡ് ആർട്ടിസ്റ്റുകളാണെങ്കിലും അതിന്റെ വിഷ്വൽസ് ആണെങ്കിൽ അത്രയും അടിപൊളിയാണെങ്കിലും നമുക്ക് വിചാരിച്ചൊരു ഔട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഇത് ആർട്ടിസ്റ്റുകളുടെ ഒപ്പം തന്നെ വിഷ്വൽസും അത്രയും അടിപൊളിയാണ്. അപ്പം ഇതിനകത്ത് ഓരോ വിഷ്വൽസും ആ പെർഫോമൻസിന്റെ മാറ്റു കൂട്ടിയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ആബ്സല്യൂട്ട്ലി. അത് ആ സമയം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇടുക്കിയുടെ ആ പച്ച തന്നെ ഒരു വേറെയാണ്. മെനി ഹ്യൂസ് ഓഫ് ഗ്രീൻ. ആ എൻവയറമെൻറ്റ് അരവിന്ദ് കണിവീറാൻ നമ്മുടെ സിനിമാറ്റോഗ്രാഫർ വളരെ ഭംഗിയായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിൽ അതൊരു പ്രകൃതി പടം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഓഡിയോസ് ആയാലും സൗണ്ട്സ് ഒക്കെ ആണെങ്കിലും ആ ആദ്യം തന്നെയുള്ള ഒരു വെള്ളത്തിന്റെ ഒരു സൗണ്ട്, അതിന്റെ കൂടെ തന്നെ അവിടെ കോൺവെർസേഷൻസും നടക്കുന്നുണ്ട്. പക്ഷെ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യുന്നില്ല, ഒരു ക്ലാഷോ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ആ സൗണ്ട് അല്ലെങ്കിൽ ആ നമ്മുടെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റിന് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്നാണല്ലേ. നമ്മുടെ സൗണ്ട് ഡിസൈനർ VP മോഹൻദാസ് ആണ്. ഒരുപാട് ബോളിവുഡ് മൂവീസ് ചെയ്തിട്ടുള്ളതാണ്. പുള്ളി ഇവിടെ വന്ന് പുള്ളി ഒരുപാട് എഫർട്ട് പുള്ളി എടുത്തു. ഡബിങ് പോലെ എനിക്ക് ഒരു ന്യൂ എക്സ്പീരിയൻസ്. കാരണം പുള്ളി ഡബ് ചെയ്യുമ്പോൾ ഉറക്കെ പറഞ്ഞു. ഞാൻ ഇത്ര ഉറക്കെ പറഞ്ഞ എന്തിനാ ചോദിച്ചു പുള്ളി എടുത്തു. പുള്ളി പറയും ഇത് നമ്മൾ ഉറക്കെയാണ് ആക്ച്വലി പറയേണ്ടത്, കാരണം ചാക്ക വെള്ളച്ചാട്ടത്തിന് നോയ്സ് ഉണ്ട്. ഈ ഉറക്കെ പറഞ്ഞ് പുള്ളി ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായി. നമ്മൾ റിയൽ ആയിട്ട് അങ്ങനെ പറയുന്നത് ആക്ച്വലി നമ്മൾ വെള്ളത്തിൽ സൗണ്ട് ഉറക്കെ പറഞ്ഞ് കേൾക്കത്തുള്ളൂ നമുക്ക്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പുള്ളിയുടെ ആ ഒരു എഫേർട്ട് നൈസ് ആയിരുന്നു. തിരിച്ച് വന്ന് പുള്ളി 3 ദിവസം ഇടുക്കിയിൽ പോയി താമസിച്ച് ഒരുപാട് നോയ്സ് ക്യാപ്ചർ ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇതിനൊരു മാറ്റി കൊടുക്കുന്നു വിശ്വസിക്കുന്നു. അതെ അതെ അതെ. അപ്പൊ ഇതിന്റെ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ സാർ എങ്ങനെയാണ് ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്യണം, ഇവരെ തന്നെയാണോ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്? എസ്റ്റാബ്ലിഷ്ഡ് ആയ ആക്ടേഴ്സും ഈ
സ്റ്റോറിക്ക് ഉത്തമമായ യുനോ പെർഫോമൻസസ് തരും എന്നുള്ള വിശ്വാസത്തിൽ കുട്ടേട്ടൻ, ദിലീഷ്, ഷാജോൺ, ഹേമന്ത്, ലെന, കനി, സറീൻ എല്ലാവരെയും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഇൻഫാക്റ്റ് അവരുടെ ഡേറ്റ്സ് ക്ലാഷ് ആയതുകൊണ്ട് റൈഫിൾ ക്ലബ്ബും അങ്ങനത്തെ വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായതുകൊണ്ടും നമ്മൾ അത് അല്പം ഡിലേ ചെയ്യേണ്ടി വന്നു സ്റ്റാർട്ട് ഓഫ് പ്രൊഡക്ഷൻ. പക്ഷേ അവരെ ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്തത്. ഇത് ഏതെങ്കിലും വേറെ ഏതെങ്കിലും മൂവീസിന് ഇൻസ്പയർഡ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തതാണോ? അല്ല, ഇത് ഒറിജിനൽ സ്റ്റോറി തന്നെയാണ്. വേറെ ഇൻസ്പിറേഷൻ റിയൽ ലൈഫിൽ തന്നെയാണ്. അതായത് ഇതുപോലത്തെയുള്ള കുടുംബങ്ങളിൽ ഇതുപോലത്തെ ഉള്ള സംഭവങ്ങളും ഈ ടെൻഷനും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആസ്പദമാക്കിയാണ് ഇത് എടുത്തത്. ഇതിൽ ഔസേപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരുപാട് റിലേറ്റ് ചെയ്യും. കാരണം ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയ അച്ഛൻ, പക്ഷേ കുറച്ച് മുമ്പ് കണ്ടിരുന്ന ഭയങ്കര സ്നേഹമുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കില്ല, ഭയങ്കര സീരിയസ് ആയി നിൽക്കുന്നു, പക്ഷെ എന്നാ മനസ്സിലായ സ്നേഹമുണ്ട്, അങ്ങനത്തെ മൂടാണ്. അപ്പൊ അതൊക്കെ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛൻ എങ്ങനെയായിരുന്നു ഞാനൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ചേട്ടന് ഇതിനകത്ത് ചെയ്തിട്ടുള്ള ക്യാരക്ടർ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് പോലെയല്ല. മുമ്പൊക്കെ നമ്മൾ കുറച്ച് കള്ളക്കാമുകൻ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട്. ഇതിനകത്തൊരു കള്ളക്കാമുകനാണ് എന്നാലും, പക്ഷെ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഒരു വേറൊരു ടൈപ്പ് ഒരു ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ ഈ ഒരു ക്യാരക്ടറിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഹോംവർക്ക്, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്തത്? ഇതിൽ പ്രിപ്പറേഷൻ തന്നെ എന്നെ ഫൈനലൈസ് ചെയ്യുന്ന 2 ആഴ്ച 3 ആഴ്ച മുമ്പ് ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഡയറക്ടറിന്റെ സപ്പോർട്ട് ഇൻപുട്സ് ഒരുപാട് നല്ലായിരുന്നു. ഫസ്റ്റ് ക്ലാസ് റൈറ്റർ, നല്ല ഗംഭീര റൈറ്ററാണ് പുള്ളി. ഇതിനകത്ത് എനിക്ക് എല്ലാവരും എടുത്തു പറഞ്ഞത് സ്ക്രിപ്റ്റിനെ കുറിച്ച്. സ്ക്രിപ്റ്റാണ് ഇതിന്റെ ഒരു സോൾ എന്ന് പറയുന്ന സിനിമയാണ്. നല്ല ഇവരൊക്കെ നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ ബോണ്ട് ഉണ്ടാക്കി. അപ്പോൾ അവർ നമുക്ക് തരുന്ന ഇൻപുട്സ് ഭയങ്കര ഗംഭീരമായിരുന്നു. പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരുപാട് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഷെയ്ഡ്സ് ഒരുപാട് ഇമോഷൻസ് ക്യാരി ചെയ്യാനുണ്ട്. അതായത് ഒരു ലവ് ട്രാക്ക് മാത്രമല്ല, ഒരു നാട്ടുകാരെ സഹായിക്കുന്ന ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ നല്ല ചേട്ടന്മാരുടെ ഒരു ഇളയ അനിയൻ, അച്ഛൻ്റെ ഒരു ഓമനപുത്രൻ, ഒരുപാട് ഇമോഷൻസ് എനിക്ക് ക്യാരി ചെയ്യാനുണ്ട്. അപ്പോൾ നന്നായി ചെയ്താലും പറയുന്നത് വളരെ ഹാപ്പിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ചേട്ടനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലിവിങ് ടുഗെദറിലാണ് കാണുന്നത്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ ലവ്, അതാണ് ഒരു ഭയങ്കര ഒരു കരിയർ ട്വിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നല്ല ഒരുപാട് വേഷങ്ങൾ ചെയ്യുന്നു. പിന്നെ കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ ഈ ഒരു മൂവിയാണ് കാണുന്നത്. അപ്പോൾ ഒരു എന്താ പറയാ, ചേട്ടനാണെങ്കിൽ ആ ഒരു ചേട്ടൻ്റെ ഒരു ഗ്രോത്ത്, ഇപ്പോൾ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഗ്രോത്തിന് ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ കുറച്ച് കാലമായിട്ട് ഒരുപാട് എഫർട്ട് എടുക്കുന്നുണ്ട്, ഒരുപാട് ആക്ടിങ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഫിസിക്കലി ആൻഡ് നമ്മൾ ലുക്ക് വൈസ് മെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല ക്യാരക്ടേഴ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ നല്ലൊരു ഗംഭീര ക്യാരക്ടർ എനിക്ക് ഓഫർ ചെയ്തു. മൈഗോറിന് എൻ്റെ നന്ദി ഈ സമയത്ത് പറ്റി ഞാൻ പറയുന്നു. ഫ്രണ്ട്സാണ് പറയേണ്ട ആവശ്യം സ്റ്റിൽ ഞാൻ പറയാണ്. പക്ഷേ ഇത്രയും നല്ലൊരു ക്രൂനോട് വർക്ക് ചെയ്യുന്ന വലിയ ഭാഗ്യമാണ്. കാരണം നല്ല പ്രൊഡക്ഷൻ, നല്ല ഡയറക്ടർ, നല്ല കാസ്റ്റ്, എല്ലാവരും ഒരുപാട് നല്ല പ്രൂവൺ കാസ്റ്റാണ്. വലിയ ഭാഗ്യം കാണുന്ന ഞാൻ. ഒരു പുതിയ തുടക്കമായി മാറട്ടെ. ഞാൻ എടുത്ത എഫേർട്ടൊക്കെ ഇനി പുറത്ത് വരട്ടെ. ചേട്ടൻ ഓരോ ഇന്റർവ്യൂസിലും ഓരോ സിനിമയിൽ കാണുമ്പോൾ പിന്നെ ഗ്ലാമർ കൂടിക്കൊണ്ടിരിക്കുക. അല്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. നമ്മൾ മാക്സിമം പറ്റുന്ന പോലെ നമ്മുടെ ബെസ്റ്റ് വേഷം കൊടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ ആ ഡോക്ടർ ലെവലിൽ കണ്ടിട്ടുള്ള ആളെ അല്ല നമ്മളിപ്പം റീസെന്റ് കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബോഡി ബിൽഡിങ്ങിലായിക്കോട്ടെ, ഒരുപാട് എല്ലാത്തിലും ഭയങ്കര നല്ല എഫേർട്ട് എടുക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ശ്രമമുള്ളൂ. നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. അത് അവർ നമുക്ക് തിരിച്ചു വരും പ്രതീക്ഷിച്ചു, സിനിമ തിരിച്ചു വരും പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പം ചേട്ടൻ ഇതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ് ഞാൻ തന്നെ ഒരു വേഷം ചെയ്തേക്കാം തോന്നിയത് എന്തുകൊണ്ടാണ്? ഇത് ആക്ടിങ്ങിൽ ഒരു അല്പം കമ്പമുണ്ട്, ഒരു പാഷനുണ്ട്. എന്നാലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആക്ട് ചെയ്യാനായിട്ട് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അല്പൻ എന്നൊരു ടാഗ് വരരുത് എന്നുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ആക്ടിങ് വർക്ക്ഷോപ്പിൽ പോയി സെഷൻസ് ചെയ്തു. എങ്ങനെ ഓരോ ബ്ലോക്ക് ഓവർകം ചെയ്യാം, മെത്തഡ് ആക്ടിങ് എന്താണ് എന്നൊക്കെ ഒന്ന് പഠിച്ചിട്ടാണ് ഈ ക്യാമറ ഫേസ് ചെയ്തത്. സോ അതിൻ്റേതായ ഒരു എഫേർട്ട് കാണാനുണ്ട് എന്ന് ആൾക്കാർ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നും. അല്ല, എഡി ആക്ച്വലി എനിക്ക് തോന്നുന്നു പുള്ളി ബാംഗ്ലൂർ ഡ്രൈവ് ചെയ്ത് ലൊക്കേഷൻ വരും, ഇടുക്കി വരും. അവിടുന്ന് നെക്സ്റ്റ് ഷൂട്ട് ഉള്ളപ്പോൾ പുള്ളി അവിടുന്ന് പിന്നെ ഡ്രൈവ് ചെയ്ത് കൊച്ചി പോയി, അവിടുന്ന് ഒന്നും കൂടെ ഒന്ന് ബ്രഷപ്പ് തിരിച്ചു വന്ന ആളാണ് പുള്ളി. അത്രയും എഫർട്ട് എടുത്ത ആളാണ്. സ്വന്തം ഡ്രൈവിംഗ് എപ്പോഴും സ്വന്തം ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഹേമന്തേട്ടനും പറഞ്ഞു ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഒരുപാട് എന്തൊക്കെയോ സെൽഫ് ഇംപ്രവൈസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്?
ബേസിക്കലി നമ്മൾ നല്ല സിനിമകൾ കാണുക, നമ്മളെപ്പോഴും ഒരു ആസ് ആൻ ആക്ടർ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ സിനിമകൾ ഒരുപാട് കാണണം. നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ് ആണ് ഒരു വ്യക്തിനെ ആക്ടറാക്കി മാറ്റുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്യണം, ഒരുപാട് ഒബ്സർവ് ചെയ്യണം. നമ്മൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അവിടെ പ്ലേസ് ചെയ്ത് നോക്കണം നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും. ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ അതിലെ പോർഷൻസ് നമ്മൾ അഭിനയിച്ച് നോക്കുക, ഒരു മിററിൽ നമ്മൾ അഭിനയിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ബെസ്റ്റ് വേർഷൻ നമുക്ക് അറിയാൻ പറ്റും. ചില സമയം നമ്മൾ ചെയ്യുമ്പോൾ ബോറായി പോകും, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുക. ഞാൻ ചെയ്യുമ്പോൾ ഭംഗിയിലേക്ക് കട്ട് ചെയ്യില്ല, അത് നമ്മൾ വേണ്ട നോക്കുക. നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഫേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അത് പഠിച്ചു വെക്കുക. ഇത് ഞാൻ ബെറ്റർ ആവും, അത് പഠിച്ചു വെക്കുക. ഇതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ ചെറിയ വർക്ക്ഷോപ്പുകൾ ചെയ്യുക, അപ്പോൾ നമുക്ക് അവരുടെ ടിപ്സ് ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളാണെങ്കിൽ കൂടുതൽ ആക്ടിങ്ങിനെ പറ്റി പഠിച്ചു വരുമ്പോൾ നമുക്ക് പണ്ട് ചെയ്തൊക്കെ കുറച്ച് ക്ലിഞ്ച് ആയിട്ടൊക്കെ എല്ലാം ക്രിഞ്ചല്ലേ? നമ്മളെപ്പോഴും ഉണ്ടല്ലോ, നമ്മളിപ്പോ കഴിഞ്ഞ പടം ക്രിഞ്ചായി ഫീൽ ചെയ്യണം, എന്നാൽ മാത്രം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ ഒസ്യത്തിന്റെ ആളെ കാണുമ്പോൾ എനിക്ക് അതിൽ പോരാൻ തോന്നണം, എന്നാൽ മാത്രമേ ഞാൻ ആസ് എൻ ആക്ടർ ഇമ്പ്രൂവ് ചെയ്യണല്ലോ. ഇപ്പൊ ഞാൻ അവിടെ സ്റ്റക്കായി പോയില്ലേ. ഓക്കെ, അപ്പൊ ഇതിനകത്താണെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടേട്ടനുണ്ട്, പിന്നെ ദിലീഷ് ചേട്ടനുണ്ട്, ഷാജോൺ ചേട്ടനുണ്ട്. നല്ല അടിപൊളി ഒരു സ്റ്റാർ കാസ്റ്റ് തന്നെയുള്ള ഒരു മൂവിയാണ്. അപ്പം നമ്മൾ എന്തായാലും ചോദിക്കും, ഇവരിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് നോട്ടീസ് ചെയ്തത്? ഭയങ്കര ഒബ്സർവേഷൻ നടത്തുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവരിൽ നിന്ന് എന്തൊക്കെയാണ് നോട്ടീസ് ചെയ്തിട്ടുള്ളത്? എൻ്റെ ഒരു കരിയറിൽ എനിക്കാണെങ്കിൽ ഇവരിൽ നിന്ന് ഈ കുറച്ച് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നിയിട്ടുള്ളത്. ഇവരൊക്കെ ഒരു കോമൺ തിങ് പാഷനാണ്. ഇവരൊക്കെ എടുക്കുന്ന എഫേർട്ട് എല്ലാം ഒരു ഭയങ്കര ഡ്രൈവാണ്. ഇതൊക്കെ നല്ലപോലെ ചെയ്യണം, സൂപ്പർ ആക്കണം, നമ്മൾ സിനിമേനെ നന്നാക്കണം. ആർക്കും ഒരു ഈഗോയോ അല്ലെങ്കിൽ ഞാൻ നല്ലതാക്കണം അങ്ങനെയല്ല. ഇപ്പൊ ദിലീഷ് ചേട്ടനും ഷാജോൺ ചേട്ടനും നിൽക്കുന്ന ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടാ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര കോമ്പറ്റീഷൻ ആക്ടിങ്ങിൽ. പക്ഷെ ഇവർ രണ്ടുപേരും ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ആയിരുന്നേ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നന്നാക്കിയേക്കാം എന്ന മൂടല്ല, സിനിമ എങ്ങനെ നന്നാക്കാം, ഈ സിനിമ എങ്ങനെ ബെറ്റർ ആക്കാം, അതിനുവേണ്ടി ഒരുപാട് ഇൻപുട്സ് ഷെയർ ആക്കുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു ഈഗോ ഇല്ലാതെ സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിക്കാനുള്ള മനസ്സ്. പിന്നെ കുട്ടിയേട്ടനൊക്കെ പറയാൻ പറ്റില്ല, പുള്ളി ഒരു ആക്ടിങ് യൂണിവേഴ്സിറ്റിയാണ്. നമുക്കൊന്നും പഠിച്ചില്ല കുറച്ചൊന്നും സമയം പോരാ. പക്ഷെ ഞാൻ ടോട്ടലി കണ്ടത് ഇവരൊക്കെ ആ ഒരു ഹംബിൾനെസ് ആണ്, അല്ലെ? ഭയങ്കര ഹംബിൾ അവരൊക്കെ, ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്. സിനിമയ്ക്ക് വേണ്ടി ജീവിതാക്കരാണ്, അല്ലാതെ വെറുതെ വന്നിട്ട് ഷോ ആക്കി ഞാൻ ദിലീഷ് പോത്തനാണ് ആ മൂഡ് പുള്ളിക്ക് ഇല്ല. പുള്ളി ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ്. പുള്ളി ഒരു ഇത്രയും പ്രൂവണായ ആക്ടർ, പ്രൊഡ്യൂസർ, ഡയറക്ടറാണ്. പക്ഷെ എന്നാൽ പോലും പുള്ളി ആ സിനിമയിലെ ആ ഒരു ക്യാരക്ടർ മൈക്കിളോട് എങ്ങനെ നിൽക്കുന്നു, എങ്ങനെ പുള്ളി ഭയങ്കര ആ ഒരു ഹംബിൾനെസ് ആണ് നമുക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയ കാര്യം. സോ ഡയറക്ടർ സീന് ബ്രീഫ് ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ മൂന്നുപേര് ഇരുന്നിട്ട് ഒരു ഡിസ്കഷനുണ്ട്. പിന്നെ നമുക്കിങ്ങനെ പിടിക്കാം എന്നൊരു ഇങ്ങനെ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ അത് അഭിനയിച്ച് കാണിക്കുകയാണ് നമ്മളെ. സോ അതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിനകത്താണെങ്കിൽ ഇപ്പം കുട്ടേട്ടനാണെങ്കിൽ അധികം സീൻസിലില്ലെങ്കിലും പക്ഷെ ഒരുപാട് പേര് ചേട്ടൻ്റെ പെർഫോമൻസിനെ പറ്റി ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പോൾ തിയേറ്റർ വീഡിയോസിലൊക്കെ നോക്കിയാണെങ്കിലും ഇപ്പം ചേട്ടനാണെങ്കിൽ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ഇപ്പം കിഷ്കിണ്ഡകാണ്ഡത്തിന് ശേഷം ഭയങ്കര ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച മൂവിയാന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു മുമ്പത്തെ അച്ഛൻ ക്യാരക്ടറിൽ നിന്ന് മാറി ഒരു ഡിഫറെന്റ് ആളാണ് ഔസേപ്പ്. ടോട്ടലി ഒരുപാട് അച്ഛൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, എന്നാൽ പോലും ഔസേപ്പ് ഡിഫറെന്റ് ആണ്. അതായത് അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് ആണ് ആക്ച്വലി. കാരണം ഒരു ക്യാരക്ടർ ചെയ്ത് വേറെ ക്യാരക്ടർ ചെയ്യുമ്പോൾ മറ്റേ ക്യാരക്ടർ യാതൊരു ബന്ധമില്ലാതെ വേറെ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞത് ആസ് ആൻ ആക്ടർ പുള്ളിയുടെ ക്വാളിറ്റിയാണ്. അതാണ് ആൾക്കാർ ഞെട്ടിച്ച്. കാരണം ഇതേപോലത്തെ പൂക്കാലം ചെയ്തു, കിഷ്കിന്ദകാണ്ഡം ചെയ്തു, ഇതിലൊക്കെ ഡിഫറെന്റ് അച്ഛന്മാരാണ്, അല്ലാതെ ഒരു ബന്ധവും പരസ്പരം ഇല്ല. അതൊക്കെ എനിക്കൊന്ന് പ്രേക്ഷകർ ഞെട്ടിക്കുന്ന കാര്യം. കാരണം ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഒരു ഭയങ്കര നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതൊക്കെ അദ്ദേഹത്തിന് ഒരു ഭയങ്കര ടാലന്റാണ്. അതെ, ഇപ്പം കുട്ടേട്ടനാണെങ്കിൽ ഇപ്പം നമുക്ക് മലയാളികൾക്കൊക്കെ അറിയുന്ന കുട്ടേട്ടൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പക്ഷെ നിങ്ങൾ ഒരുപാട് നാൾ സെറ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്തപ്പം ഇപ്പം നമുക്ക് മലയാളികൾക്ക് അറിയാത്ത കുട്ടേട്ടൻ്റെ ഒരു എന്താ ഒരു ഫണ്ണി വിയേർഡ് വേർഷൻ എന്തായിരിക്കും? പുള്ളി അങ്ങനെ ഭയങ്കര ഫണ്ണിയൊന്നുമില്ല, പക്ഷെ സ്റ്റിൽ നല്ല ക്ലോസ് ആയ പുള്ളി തമാശയൊക്കെ പറയും. ജനറലി പുള്ളി സിനിമേനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പുള്ളി സിനിമയെ കുറിച്ച് സംസാരം എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ആഫ്റ്റർ പോയിന്റ് ചെറിയ തമാശകളൊക്കെ പറയും, ലൊക്കേഷനിൽ ചെറിയ തമാശകളൊക്കെ പറയുന്നുള്ളതല്ലാതെ. പക്ഷെ എനിക്ക് ഞാൻ ആഫ്റ്റർ മൂവി കുട്ടേട്ടനെ കാണുമ്പോൾ ഭയങ്കര സ്നേഹം പുള്ളിക്ക്, ഭയങ്കര ഒരു മകനെ പോലെ ആ ഒരു വാത്സല്യം പുള്ളി എപ്പോഴും കാണിക്കാറുണ്ട്. അത് എപ്പോൾ കാണുമ്പോഴാണെങ്കിൽ പിന്നെ എനിക്കൊന്ന് ലാസ്റ്റ് ഞാൻ ഇല്ലാത്ത പോയി അവനോട് പോയി ഇന്ന് ഓർത്ത് നോക്കുന്ന ആളാണ്. ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എപ്പോഴും മനസ്സിൽ അല്ല, വളരെ ഹ്യൂമിലിറ്റി ഉള്ള ഒരാളാണ്. ഞാൻ ആദ്യം പുള്ളിയെ ഈ പടത്തിനെ കുറിച്ച് സംസാരിക്കാൻ ചെന്നപ്പം പുള്ളി കഥ കേട്ടു, ഞങ്ങളോട് ചായ വേണോ കാപ്പി വേണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ പുള്ളി അകത്തു പോയി ചായ എടുത്തുകൊണ്ട് വന്നു, ഒരു കപ്പ് വെളിയിലെ ടാക്സി ഡ്രൈവറിന് പോയി കൊടുത്തു. അത് ആ ടൈപ്പ് ആ ഗ്രൗണ്ടഡ് ബിഹേവിയർ അത് ചുരുക്കം ആൾക്കാർക്ക് പറ്റത്തുള്ളൂ. സോ അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം. അതുപോലെ വേറെ എന്തെങ്കിലും കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞ പോലെ? കുട്ടികളുടെ പറയാൻ ഒരുപാടുണ്ട്. നമ്മളെ പുള്ളി പറഞ്ഞ ഭയങ്കര എല്ലാവരുടെയും കാര്യം ഒബ്സർവ് ചെയ്യും. നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ
പുള്ളി അവിടെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു പുള്ളി എല്ലാം കാണുന്നുണ്ട്. പുള്ളി ചുമ്മാ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പുള്ളി എല്ലാം കണ്ടെല്ലാം പുള്ളി മൈൻഡ് എപ്പോഴും ഓപ്പൺ ആണ്. അതിനകത്ത് പറഞ്ഞ ഒബ്സർവേഷൻ ഭയങ്കര എല്ലാ കാര്യം പുള്ളിക്ക് അറിയാം. അപ്പോൾ പുള്ളി കുറച്ച് അവിടെ എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒബ്സർവേഷൻ പുള്ളിക്കുണ്ട്. ചിലപ്പോൾ നമ്മൾ മിണ്ടിക്കൊണ്ടിരിക്കും, പക്ഷെ പുള്ളി എല്ലാം കാണുന്നുണ്ട്. ആ ഒരു കീൻനെസ് ആണ്. ആ എല്ലാ കാര്യം ആൾക്കാരൊക്കെ ഒബ്സർവ് ചെയ്ത് അവരൊക്കെ എന്താണ് ചെയ്യുന്നത്, മാനറിസം പഠിക്കുക, അതൊക്കെ പുള്ളി ഓൾവേസ് ഇവോൾവിംഗ് ആണ് പുള്ളി ആസ് എൻ ആക്ടർ. എപ്പോഴും ആൾക്കാരെ കണ്ട് പഠിച്ചൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഒരു പ്രായം അപ്പം നടന്നു പോകുമ്പോൾ അല്ലാണ്ട് മാനറിസം ഓർത്ത് വെക്കുക, ഇതൊക്കെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. അതൊക്കെ ഭയങ്കര രസമാണ്. അതെ. അപ്പം ഹംബിളിന്റെ കേസ് പറഞ്ഞതുകൊണ്ട് പറയണം, ഇപ്പം ഞാൻ ഹേമന്തേട്ടന് ഒരുപാട് ഇന്റർവ്യൂസ് ഇപ്പം ലൈക്ക് ഈ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണെങ്കിൽ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സാധാരണ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ ഗസ്റ്റിനെ കുറച്ച് കംഫർട്ടബിൾ ആക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ ചേട്ടൻ മുമ്പ് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂസിനാണെങ്കിലും ആങ്കറിന് കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ ചേട്ടൻ ശ്രമിക്കുന്ന പോലെ, ആ ഒരു റെസ്പെക്ട് കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ഹംബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചോദിക്കട്ടെ, ഹൗ ഡു യു സ്റ്റേ ഹംബിൾ? ഇല്ല, ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി ചെയ്യുന്നത് ഫാസിസ്ഥാനോടെയാണ്. അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ മേക്കറാണ്, ഇത്രയും ഒരു ഗംഭീരൻ ഡയറക്ടറാണ് പുള്ളി. അപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ 19 വയസ്സിൽ കാണുന്ന ഡയറക്ടർ ഫാസിസ്ഥാനാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ അത്രയും ഹംബിൾ ആളാണ്. ഫാസിസ്ഥാനെ പോലെ ഹംബിൾ ആൾ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. പുള്ളി എന്നെ കാണുന്നതും പുള്ളി ചിലപ്പോൾ മോഹൻലാലിനെ കാണുന്ന ഒരേപോലെ അടിക്കും. അങ്ങനത്തെ മനുഷ്യൻ പുള്ളി ഭയങ്കര ഡിഫറെൻറ്റ് പേഴ്സൺ ആണ് ലാലേട്ടനെ കാണുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ആ സിനിമ കഴിയുമ്പോൾ പുള്ളി എനിക്ക് തന്ന കുറച്ച് ഐഡിയോളജീസ് ഒക്കെ ലൈഫിനെ കുറിച്ചുണ്ട്. അവിടെ മുതൽ ഞാൻ എൻ്റെ ഒരു വളരെ റോ ഏജ് കണ്ടു തുടങ്ങിയ ആളാണ്. അവിടെ നിന്ന് വന്ന് പിന്നെ ഞാൻ ബേസിക്കലി കുറച്ച് ഹംബിൾ ആളാണ്. ഞാൻ അങ്ങനെ വളർന്നിട്ടില്ല. എൻ്റെ പാരൻസും എൻ്റെ ഫാമിലിയും ഒക്കെയും അങ്ങനെയാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് എല്ലാവരും മാക്സിമം കംഫർട്ടബിൾ ആക്കുക, ഹാപ്പി ആക്കുക, ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ മനസ്സ് എപ്പോഴും കാരണം. അല്ലെങ്കിൽ നമ്മളെല്ലാം സഹായിക്കുക, നമ്മളെല്ലാവരും സ്നേഹിച്ച് സഹായിച്ച് പോകുന്ന ഒരാളാണ് ഞാൻ. ആരെയും എനിക്ക് ചുമ്മാ ജാടാണിക്കാനോ അല്ലെങ്കിൽ ചുമ്മാ തള്ളണം അങ്ങനെ ആളല്ല ഞാൻ. ബേസിക്കലി എനിക്ക് എൻ്റെ മൈൻഡിൽ എപ്പോഴും എല്ലാവരും ഹാപ്പി ആവണം, എല്ലാവരും രക്ഷപ്പെടണം, അങ്ങനത്തെ മൈൻഡിലാണ് ഞാൻ. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ. അപ്പം നമ്മളിപ്പം കേട്ടിട്ടുണ്ടാവും, നമ്മളിങ്ങനെ ഓരോ മൂവീസ് കഴിയുമ്പോൾ ആ മൂവിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാവും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അത് നല്ല എന്തെങ്കിലും നല്ല ക്വാളിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല ഗുഡ് ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു മൂവിയിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടേക്ക് അവേ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാം? എനിക്ക് ബേസിക്കലി നല്ല ബന്ധങ്ങളാണ്. അപ്പോൾ എഡി വെരി ഗുഡ് ഹ്യൂമൻ ബീങ്. ഞാനിപ്പോൾ ഉള്ളി ഇരുത്തി പറയില്ല, ഞാൻ 19 പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഡിഫറെൻറ്റ് ബിഹേവിയേഴ്സ് ആണ് പലരും. പക്ഷെ പുള്ളി വളരെ ഓണസ്റ്റ് ആണ്. പുള്ളി ഒരു പ്രൊഡ്യൂസർ അങ്ങനത്തെ അല്ല. പുള്ളി ഒരു ജെന്യുവൻ ഹ്യൂമൻ ബീങ് ആണ്. നമ്മൾ നല്ല ഒരു വ്യക്തിത്വം, നല്ല ബോണ്ട് ഫോം ചെയ്യുക, വളരെ ഓപ്പൺ സംസാരിക്കുക. നമ്മൾ കാര്യങ്ങളെ അങ്ങനെയല്ല. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പുള്ളിയോട്. എന്നെപ്പോലത്തെ ആളാണ് പുള്ളി. കുറേയൊക്കെ നമുക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ട് ബേസിക്കലി. കാരണം അങ്ങനത്തെ കുറേ ബന്ധങ്ങൾ ഉണ്ടാക്കി. ഡയറക്ടർ ആയിക്കോട്ടെ, റൈറ്റർ ഫസൽ ആയിക്കോട്ടെ, പിന്നെ ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റി. നമുക്ക് എല്ലാം നല്ല മെമ്മറീസ് മാത്രമാണ്. നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റി, നല്ല ഓർമ്മകൾ. ആക്ടിങ്ങിൽ ഒരുപാട് ടിപ്സ് കിട്ടി നമുക്ക്. ബേസിക്കലി ഞാൻ എപ്പോഴും എവിടെ പോയി ആഗ്രഹിക്കുന്ന നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. എൻ്റെ മെയിൻ ആഗ്രഹം എന്ന് പറയുന്നത് അത് ഡെഫിനറ്റ്ലി പറ്റിയെന്ന് പറയാം. ഓക്കെ. അപ്പം ഈ മൂവിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇമോഷൻസ് സൗണ്ട്സിലൂടെ കൺവേ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ലെന ചേച്ചി ആ പാത്രങ്ങൾ വെച്ചിട്ട് അത് അവിടുത്തെ ആ ഒരു ഇമോഷനാണ് അവിടെ കൺവേ ചെയ്യുന്നത്. അപ്പം എന്താണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലൈക്ക് ഇമോഷൻസ് ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ സൗണ്ട്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ, അത് കുറേയൊക്കെ ഇവർ ആസ് എൻ ആക്ടേഴ്സ് ഇവർ പെർഫോം ചെയ്ത് അങ്ങനത്തെയാണ്. ഇവർ അവിടെ പെർഫോം ചെയ്യുമ്പോൾ ബിൽഡ് ഫീലിംഗ് അവരത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പിന്നെ അത് സൗണ്ടിലൂടെ ബിൽഡ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മളൊരു ആക്ടറായി ചെയ്യുമ്പോൾ നമ്മളൊന്നും മാൻഡ്രസ് നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ, ചെയ്തിട്ട് പിന്നെ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരത് ചെയ്തു വെച്ചുകൊണ്ട് സൗണ്ട് ഡിസൈനിലും പോസ്റ്റിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്ത് നമുക്കത് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ചെയ്യുന്നവരെ എൻഹാൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലെനയൊക്കെ എനിക്ക് ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട്. ലെനയുടെ ക്യാരക്ടർ സ്ക്രീൻ ടൈം കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ പോലും ചെയ്യുന്ന കാരണമൊക്കെ ഭയങ്കര കുറിക്കുള്ള കാരണമാണ്. ലെനയുടെ ചില ആ ഒരു മൈക്കിൾ തുറന്നു പറഞ്ഞൊരു സീനുണ്ട്. അവിടെ ലെനയുടെ ഒരു ഒരൊറ്റ റിയാക്ഷനും ഒരു നോട്ടം മാത്രമേ ഉള്ളൂ. അതൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. ലെനയൊക്കെ ഭയങ്കര പ്രൂവൺ ആർട്ടിസ്റ്റാണ്. പിന്നെ ഇവരിൽ 3 പേരും കോട്ടയം ബേസ്ഡ് ആണ്. നമ്മുടെ കുട്ടേട്ടൻ, ദിലീഷ്, ഷാജോൺ. പക്ഷെ ലെന ഫോർ എക്സാമ്പിൾ തൃശ്ശൂരാണ്. എന്നാലും ആ സ്ലാങ് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം ഒരു ആക്ടറിന്റെ മഹിമ തന്നെയാണ്. ഓക്കെ. അപ്പം നമ്മുടെ ഡയറക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് ഒരുപാട് ഡയറക്ടേഴ്സ് ആണെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഇൻപുട്സ് തരാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്രീഡം കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്യാനുള്ള ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു? വളരെ ഫ്രീ ആയിട്ടുണ്ട്. ശരത്ത് വളരെ ഓപ്പൺ ആയ ഡയറക്ടർ. പക്ഷെ പുള്ളിക്ക് സിനിമയെ കുറിച്ച് അറിയാം. പുള്ളിക്ക് എന്താണ് വേണ്ടെന്ന് പുള്ളിക്ക് അറിയാം. നമ്മൾ കൊടുക്കുന്ന സിനിമയ്ക്ക് ഓക്കെ ആണെങ്കിൽ പുള്ളി ഓക്കെ പറയും, അല്ലെങ്കിൽ വേണ്ടാന്ന് തുറന്നു പറയും. വളരെ ക്ലിയർ ആയിട്ട് പുള്ളിക്ക് ഹാസ് എൻ ഐഡിയ എന്താണ് വേണ്ടെന്ന് പുള്ളിക്ക് ധാരണയുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് നമ്മൾ ഇംപ്രൈസ് ചെയ്യുമ്പോൾ അത് കൊള്ളാൻ ആ ചെയ്തോ പറയും ഫ്രീ ആയിട്ട്. ഇല്ലെങ്കിൽ അതിപ്പോൾ ഈ ക്യാരക്ടർ അത് വേണം, അത്ര വേണ്ട, ഈ മൂഡിന് അത് വേണ്ട, കുറച്ചെല്ലാം പറയും. അങ്ങനത്തെ ആളായിരുന്നു. ഈ റോൾ എടുക്കാൻ തന്നെ എന്നെ ഒരുപാട് പ്രേരിപ്പിച്ച ആളാണ്. അത് എഡിയെ കൊണ്ട് പറ്റും. എൻ്റെ മലയാളം അത്ര ഒരു അല്പം
ഇംഗ്ലീഷ് ചൊവ്വയുള്ളതുകൊണ്ട് അത് ബോർഡിംഗ് സ്കൂളൊക്കെ ആയതുകൊണ്ട് എന്നാലും ഇതൊരു IPS ഓഫീസറാണ്, അപ്പം ഇംഗ്ലീഷ് ചൊവ്വ കുഴപ്പമില്ല എന്നുള്ളൊരു എൻകറേജ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഹേമന്തേട്ടൻ ഇപ്പം പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ ഒരു ഇത് കേട്ടു. എന്തുകൊണ്ടാണ് നമ്മൾ കലാരംഗത്ത് നിന്ന് ബിസിനസ്സിലേക്ക് ഒരു കാല് വെച്ചേക്കാമെന്നൊരു ജീവിക്കണ്ടേ? ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിനിമകൾ ഞാനിപ്പോ കുറെയൊക്കെ ഞാൻ മുമ്പ് സമയങ്ങളിൽ ഫിനാൻഷ്യൽ നമുക്ക് കമ്മിറ്റ്മെന്റ്സും റിക്വയർമെന്റ്സ് ഉണ്ടല്ലോ, കുറെ പടം അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ പടങ്ങൾ ചെയ്യാൻ ആഗ്രഹമില്ല. എനിക്ക് ഇനിയും കുറച്ച് നല്ല മൂവീസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ചെറിയ പടമൊക്കെ ബാക്കിൽ ചെയ്തു. നമുക്ക് അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സേഫ് ആയി നമുക്ക് വലിയ പ്രഷറില്ല. സിനിമകളിൽ നിന്ന് തന്നെ ഇൻകം കിട്ടുന്ന കുറച്ച് പാടാണ്. നമ്മൾ സിനിമ മാത്രം ഇൻകമേ കാണാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഫോഴ്സ്ഡ് ആവും എല്ലാ മൂവീസും ചെയ്യാൻ. അപ്പോൾ എനിക്ക് ഇനി കുറച്ച് നല്ല മൂവീസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒരു ബേസിക് ആയിട്ട് ഒരു ബാക്കപ്പ് സെറ്റപ്പ് ആക്കിയാൽ നല്ലല്ലേ? അതെ അതെ. അതുപോലെ തന്നെ ഹേമന്തേട്ടനാണെങ്കിൽ ഫസ്റ്റ് ലിവിങ് ടുഗെദർ കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ ലെവലാണ് കൂടെയാണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഫെമിലിയർ ആയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓർഡിനറി ഞാൻ തോന്നുന്നു ചെയ്തത് അല്ലെ? അപ്പൊ ഇത് 2 മൂവീസും ചാക്കോച്ചന്റെ ഒപ്പമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇപ്പം നമ്മൾ ഈ ആക്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് കണ്ട ചാക്കോച്ചനല്ല നമ്മളിപ്പോ കാണുന്നത്. ചാക്കോച്ചനാണെങ്കിൽ പണ്ട് നമ്മൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ചാക്കോച്ചൻ ഇപ്പം ഭയങ്കര വേഷങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഫസ്റ്റ് ഇനീഷ്യൽ സമയത്തൊക്കെ ഒബ്വിയസ്ലി ചേട്ടൻ ഒരു ലുക്ഡ് അപ് ടു ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം ചാക്കോച്ചൻ. അപ്പൊ ഇപ്പോഴത്തെ ചാക്കോച്ചന്റെ പെർഫോമൻസ്, ചാക്കോച്ചന്റെ ആ ഒരു ഇവോൾവ്, ആ ഒരു ഇതിനെ പറ്റിയൊക്കെ ചേട്ടൻ എങ്ങനെയാ? ചാക്കോച്ചൻ ഭയങ്കരമായിട്ട് മാറി ആസ് എൻ ആക്ടർ, ഗംഭീരമായിട്ട് മാറി. കാരണം ഞാനിപ്പോൾ ഇന്നലെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടത്. ഞെട്ടിയ പെർഫോമൻസ് ആണ്. കാരണം പുള്ളി ഇമോഷൻസ് ക്യാരി ചെയ്യുന്നതൊക്കെ ഭയങ്കര അടിപൊളി. പുള്ളിയുടെ സൗണ്ട് മോഡുലേഷൻ മാറി, പുള്ളിയുടെ വോയിസിന്റെ ഡെപ്ത് മാറി, ഭയങ്കരമായിട്ട് പുള്ളി ആസ് എൻ ആക്ടർ ലുക്സ് മാറി. ചാക്കോച്ചൻ ഭയങ്കര നമുക്കൊരു മോട്ടിവേഷൻ ആകുന്നുണ്ട് എങ്ങനെ നമുക്ക് ഇവോൾവ് ആവാന്ന്. കാരണം പുള്ളിയുടെ ആ ഭംഗി പിടിച്ചുകൊണ്ട് തന്നെ പുള്ളി ഇപ്പോൾ ഒരു ഗംഭീര ആക്ടറായി മാറി. ഇപ്പോൾ ചാക്കോച്ചൻ ആരും ചോക്ലേറ്റ് ഒന്നും വിളിക്കില്ല. ആസ് എൻ ആക്ടർ യെസ് പ്രൂവ്. എനിക്കൊന്നും ഒരു ഫഹദിനെയൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് പുള്ളി എത്തിക്കൊണ്ടിരിക്കുന്നത് ആസ് എൻ ആക്ടർ. ഈ ഓഫീസറൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് വാസ് റിയലി അൺബിലീവബിൾ ആണ്. കാരണം പല ഇമോഷൻസ് പുള്ളി വളരെ സട്ടിലി ആ മീറ്റർ പിടിച്ച് അഭിനയിച്ചതൊക്കെ ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളി ബിക്കമിങ് ദ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ ആസ് എൻ ആക്ടർ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എന്നാത്താം കേസ് കൂടെ അതൊരു വളരെ ഡീഗ്ലാം റോളിൽ വളരെ നന്നായിട്ട് അഭിനയിച്ച ഒരു ആക്ടറാണ് ചാക്കോച്ചൻ. ഓക്കെ. അപ്പം ലൈക്ക് ഇപ്പം നമ്മുടെ ഈ ഒരു മൂവി നമ്മുടെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ ഇത് ഒരുപാട് പ്രേക്ഷകർ ഇനിയും കാണാനുണ്ടാവുമായിരിക്കും. അപ്പൊ അവരുടെ അടുത്തൊക്കെ എന്താണ് പറയാനുള്ളത്? ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വളരെ നന്മയുള്ള ഒരു ഫാമിലി സ്റ്റോറിയാണ്. അതായത് ഒരുപാട് സാക്രിഫൈസുകളുടെയും സ്നേഹത്തിന്റെയും ബന്ധങ്ങളെ കഥ പറഞ്ഞ സിനിമയാണ്. നല്ല ഇമോഷൻസോടെ പറഞ്ഞു പോകുന്നത്. ഭയങ്കര ലൗഡ് ബഹളമൊന്നുമല്ല, പക്ഷേ ഇമോഷൻസ് പിടിച്ചിരുന്ന സിനിമയാണ്. എല്ലാവരുടെയും ഇപ്പോൾ പോത്തേട്ടൻ്റെ ആണെങ്കിലും ഷാജുവിനാണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഗംഭീര പെർഫോമൻസ് ആണ്. നമുക്കൊരു നല്ല സിനിമ തിയേറ്ററിൽ പോയിരുന്ന് ഹാപ്പിയെ കണ്ടിരുന്ന സിനിമയാണ്. അത് ഭയങ്കര വലിയ സസ്പെൻസ് ഉണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ കൂടുതലും നമ്മളൊരു റിയലിസ്റ്റിക് സിനിമയാണ് ആക്ച്വലി. ഒരുപാട് സാക്രിഫൈസുകളുടെയും സ്നേഹത്തിൻ്റെ ഒക്കെ കഥ പറഞ്ഞു പോകുന്ന ഒരു നല്ല സിനിമയായിരിക്കും. എനിക്കൊന്ന് റിവ്യൂസ് വരുന്ന ഒക്കെ അങ്ങനെ തന്നെ. ഒരാൾ പോലും മോശം പറഞ്ഞിട്ടില്ല. നമുക്ക് ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് കണ്ടിരിക്കുന്ന സിനിമയായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക, സപ്പോർട്ട് ചെയ്യുക. സർ പറയൂ. ഫിലിം ഇറ്റ്സ് എ ഫിലിം ഓഫ് റിഡംഷൻ. അത് അവസാനം ഹിന്ദു പറഞ്ഞ പോലെ സാക്രിഫൈസ് റിഡംഷനാണ് അതിൻ്റെ മെയിൻ തീം. ആ ഫാമിലി ബോണ്ട് ഇതിലൊരു റിവ്യൂർ പറഞ്ഞതുപോലെ ഇതിൽ വില്ലൻ ആരാണ്? വില്ലൻ സമ്പത്താണ്. അതായത് വെൽത്ത് അല്ലെങ്കിൽ പണത്തോടുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം അല്ലെങ്കിൽ അത് അതിൻ്റെ പുറകെ പോയിട്ട് നമ്മുടെ റൂട്ട്സ്, നമ്മുടെ വാല്യൂസിനെ മറക്കാൻ പറ്റുമോ? ഈ പടത്തിൽ അതിന്റെ ആൻസർ ഇല്ല. പിന്നെ റിലേഷൻഷിപ്പിനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മൂവിയാണ്. പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു സ്ലോ പേസിലാണ് സ്റ്റോറി പോകുന്നതെങ്കിലും പക്ഷെ നമുക്കാണെങ്കിൽ ഇനി എന്താവും നമുക്ക് ഇങ്ങനെ ഭയങ്കര ആങ്സൈറ്റി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ആ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. ഒരു റിവ്യൂ ഉണ്ട്, പുല്ല് വേണ്ടായിരുന്നു തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടെന്ന്. അത് അങ്ങനെയാണ്, നമുക്കിത് സംഭവിക്കണേ നമുക്ക് ഫീൽ ചെയ്യും പ്രേക്ഷകന്. കാരണം അത് അത്രയും രസമായി പോകുന്ന ഒരു ഫാമിലി താളം തെറ്റുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സ്, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ രസമായില്ലായിരുന്നോ എന്ന് തോന്നുന്നൊരു സംഭവമാണ്. അപ്പൊ അത് എനിക്കൊന്ന് ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ്. ഹേമന്തേട്ടൻ്റെ ഒരു കംബാക്ക് തന്നെയാണ് ഈ ഒരു മൂവി. അപ്പൊ ഇത് കണ്ടിട്ട് ഫ്രണ്ട്സ് എല്ലാവരും എന്താ പറഞ്ഞത്? എല്ലാവരും പറഞ്ഞതാണ് ഒരുപാട് മാറി, ഒരുപാട് നമ്മൾ പ്ലേ ചെയ്യുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മുടെ ഡയലോഗ് പ്രസന്റേഷൻ ഒക്കെ മാറി കുറെ പറഞ്ഞെടുത്ത് അതൊക്കെ വളരെ ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഒരു ക്യാരക്ടറേയും മാറുമ്പോൾ കുറെ കാര്യങ്ങൾ. ഞാനിപ്പോൾ ആക്ച്വലി എൻ്റെ കുറച്ചൊരു ഭയങ്കര
മോഡേണൈസ് ലുക്കിൽ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ക്യാരക്ടർ ഭയങ്കര ഒരു നാടൻ ക്യാരക്ടറാണ്. അപ്പോൾ സാർ എൻ്റെ ഫോട്ടോസ് ഇപ്പോൾ കണ്ടെന്ന് പറഞ്ഞു കാണുമ്പോഴൊക്കെ ഒരു സ്റ്റൈലിഷ് ഫോട്ടോസ് കൂടുതൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഇതിൽ ഭയങ്കര നാടനായിട്ട് ഒരു നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള ആളാണ്, മുണ്ടൊക്കെ എടുത്ത് അങ്ങനെ പോകുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കൺവിൻസിംഗ് ആയിരുന്നു പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. രണ്ടും എനിക്ക് ഫുൾ ഓഫ് വരുന്നത് കാണുന്നതൊക്കെ ഹാപ്പിനെസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെയാണ്, ഇപ്പൊ ഇതൊരു തുടക്കമാണെന്ന് പറഞ്ഞു, ഇനി അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? എനിക്ക് മലയാളത്തിൽ 2 മൂവീസ് റിലീസ് ആവുന്നുണ്ട്. എറിക് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവുന്നുണ്ട്. അത് ലണ്ടനിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്, ത്രൂ ഔട്ട് ലണ്ടനിൽ ഷൂട്ട് ചെയ്തതാണ്. അതിനകത്ത് ആക്ടർ ശങ്കറാണ് ഡയറക്ട് ചെയ്യുന്നത്. പുതിയ ആക്ടേഴ്സ് പുതിയ കമ്പയർ ന്യൂ കമേഴ്സ് ആണ്, പക്ഷേ അത് ഒരു വേറെ ടൈപ്പ് മൂവിയാണ്. അത് ഒരു ചെറിയൊരു റിവെഞ്ച് ഡ്രാമയാണ്, പക്ഷേ അതിൽ എനിക്ക് നല്ല ക്യാരക്ടറാണ്, ഒരുപാട് ഇമോഷൻസ് ക്യാരക്ടറാണ്. ത്രൂ ഔട്ട് ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വന്ന ക്യാരക്ടറാണ്. നല്ല രീതിയിൽ വന്ന ഔട്ട്പുട്ട് വന്ന സിനിമയാണ്. റിവ്യൂ കണ്ടറൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പെർഫോമൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഇറങ്ങാനുണ്ട്. അത് പ്രോബ്ലി ഒരു 2 months ഇറങ്ങും. ഈ ഒരു എംബ്രാൻഡ് ഒക്കെ ഒരു ഫസ്റ്റ് കഴിഞ്ഞിട്ട് മെയ് ജൂൺ മെയ്ക്ക് ഇറങ്ങുമായിരിക്കും. പിന്നെ അങ്ങനെ വേറെ മൂവി ഇറങ്ങാനുണ്ട്. പിന്നെ തമിഴ് 2 മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടില്ല 2 നല്ല മൂവീസ്. അതും അത്യാവശ്യം നല്ല ആർട്ടിസ്റ്റുള്ള സിനിമയാണ്. തമിഴിൽ ഒരു എല്ലാ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ്പ്പെടുത്തുന്നുണ്ട്. ക്യാൻ എന്ന സിനിമയുടെ പേര്. അതുപോലെ വേറൊരു ഹൂ എന്ന് പറഞ്ഞ വേറെ സിനിമ റിലീസ് ആവുന്നുണ്ട്. അതൊക്കെയും ഈ പറഞ്ഞൊരു ക്യാൻ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി. ഞാനും കലയരസനും പിന്നെ ഒരു തെലുഗുവിലെ കുട്ടിയാണ് ഹീറോയിനായിട്ട് വരുന്നത്. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി പറഞ്ഞ സാധനമാണ്. ഒരുപാട് തമിഴിലെ മിക്ക സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റും പഠിത്തത്തിലുണ്ട്. തമ്പിരാമയ്യ, കാരണവർ കുറേ പേര് അതിനകത്തുണ്ട്. അതൊരു രസമുള്ള ഒരു ഫൺ ലവ് ട്രാക്കാണ്. 3-4 മൂവീസ് റിലീസ് ആവുന്നുണ്ട്. പിന്നെ തെലുഗുവിൽ ഒരു നല്ലൊരു, ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ. അപ്പോൾ തെലുഗു ബാൻഡറിൽ ഒരു നല്ല മൊത്തത്തിൽ ഡീഗ്ലാം ആയിട്ടൊരു ഭയങ്കര ഒരു റോ ആയിട്ടൊരു സാധനം ചെയ്യുന്നുണ്ട്. വില്ലനായിട്ട് സാധനം ചെയ്യുന്നുണ്ട്. അത് വരാനുണ്ട്. അതൊക്കെ തുടങ്ങാൻ കണ്ടിട്ടില്ല എപ്പോഴും ഒരു എറിക്കലും കുറച്ച് അങ്ങനത്തെ ഷെയ്ഡ്സ് വരുന്നുണ്ട്. പക്ഷെ മറ്റേത് ടോട്ടലി നമ്മൾ ലുക്ക് മൊത്തത്തിൽ മാറ്റിയൊരു ഭയങ്കര റോ ആയിട്ട് സാധനം ചെയ്യുന്നുണ്ട്. അതും വരുന്നുണ്ട്. എന്തൊക്കെയാണ് അപ്കമിങ് പ്രോജക്ട്? ഒരു പുതിയ ഫിലിം നമ്മളിപ്പം പ്രീ പ്രൊഡക്ഷനിൽ കയറിയിട്ടുണ്ട്. അത് ഒരു നവംബർ റിലീസാണ് നമ്മൾ നോക്കുന്നത്. അത് ഒരു പൊളിറ്റിക്കൽ കോമഡിയാണ്. സോ അതിന്റെ പ്രിപ്പറേഷൻ അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, അപ്പം അതാണ് ഇപ്പം ഇനി വരാൻ പോകുന്ന വിശേഷം. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് ഔസേപ്പിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും എന്താ പറയാ, ഇപ്പോഴത്തെക്കാട്ടിലും ഒരുപാട് പിന്നെയും നല്ല വിജയം തന്നെ കരസ്ഥമാക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് 2025 ഒരു അടിപൊളി വർഷമാവട്ടെ. താങ്ക് യു സോ മച്ച്.